ഹായ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു. ഞാൻ സുഖമായിട്ടിരിക്കുന്നു. അപ്പോൾ നമ്മൾ കഴിഞ്ഞ വീഡിയോസിലൊക്കെ ചെയ്തിരുന്നത് ഓരോരോ ക്വസ്റ്റ്യൻസിന് ആൻസർ ചെയ്യാണ്. ഇപ്പോൾ ഇതെന്ന് പറഞ്ഞാൽ തമിഴിൽ കണ്ട പോലെ തന്നെ ദുബായിലെ എക്സ്പെൻസ്, ദുബായിലെ ഒരാൾ വന്നു കഴിഞ്ഞാലും ഇപ്പോൾ കപ്പിളായിട്ട് നിൽക്കുന്ന ആൾക്കാരുടെയൊക്കെ എക്സ്പെൻസിനെ പറ്റിയിട്ട് ഡിസ്കസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇന്നത്തെ ഈ വീഡിയോ. അപ്പോൾ നമുക്ക് ഫസ്റ്റ് ആയിട്ട് വേണ്ടത്, ഇങ്ങോട്ട് വരുന്ന വിസ, ടിക്കറ്റ് അങ്ങനത്തെ കാര്യങ്ങളൊന്നുമല്ല പറയുന്നത്. ഇവിടെ ലിവിങ് എക്സ്പെൻസ് എങ്ങനെയായിരിക്കും എന്നാണ് പറയുന്നത്. ഒരു നോർമലായിട്ട് നമ്മൾ ഒരു മിഡിലായിട്ട് പോകുന്ന രീതിയിലുള്ള കാര്യങ്ങളായിരിക്കും ഞാൻ പറയാൻ പോകുന്നത്. ഫസ്റ്റ് എന്ന് പറഞ്ഞാൽ റെൻ്റാണ്. നമ്മളിപ്പോൾ റെൻ്റ് കൊടുക്കുന്നതിനേക്കാളും മുന്നേ ഡെപ്പോസിറ്റ് ഒരു എമൗണ്ട് കൊടുക്കണം. ബെഡ് സ്പേസിൻ്റെ കാര്യമാണ് ഇപ്പോൾ പറയാൻ പോകുന്നത്. ഓക്കെ, ബെഡ് സ്പേസിൽ ഫസ്റ്റ് നമ്മൾ 300 350 അത് 200, അത് ഡിപ്പെൻഡ് അപ്പോൺ നമ്മളുടെ ബ്രോക്കർ പോലെ ഇരിക്കും. ഇവിടെ നോർമലി കുറേ സ്ഥലത്ത് ഇങ്ങനെ നോട്ടീസ് പോലെ ലേബലൊക്കെ ഒട്ടിച്ചിട്ടുണ്ടായിരിക്കും. അങ്ങനെ കോൾ ചെയ്ത് വിളിക്കാം. അല്ലെങ്കിൽ ഡുബിസെൽ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ആപ്ലിക്കേഷൻ ഉണ്ട്. അതിലും നമുക്ക് റെൻ്റലായിട്ട് കിട്ടാനുള്ള ചാൻസസ് ഉണ്ട്. അപ്പോൾ ബെഡ് സ്പേസിന് ഫസ്റ്റ് നമ്മൾ പേ ചെയ്യേണ്ടത് അഡ്വാൻസ് ആണ്. 200 ആയിരിക്കാം, 300 ആയിരിക്കാം, 350 വരെ പോവാം. അതിനുശേഷം ഒരു ബങ്കറൊക്കെ ഉള്ള സ്ഥലത്താണെങ്കിൽ തന്നെ 750 ഉണ്ടായിരിക്കും, മുകളിൽ 650 ആയിരിക്കും. ഇപ്പോഴത്തെ ഒരു ഏകദേശ റേഞ്ചാണ് കേട്ടോ ഞാൻ പറയണേ. അല്ലെങ്കിൽ ഒരു നോർമൽ സിംഗിൾ ബെഡായിട്ട് വരുമ്പോൾ ഞാൻ ആദ്യമൊക്കെ പേ ചെയ്തിട്ടുണ്ടായിരുന്നത് 900 ആണ്. ലാസ്റ്റ് ഈ ജാനുവരി വരെ ഞാൻ പേ ചെയ്തത് 900 ആണ്. അത് ഫ്രണ്ട്സൊക്കെ ആയിട്ട് എടുക്കാൻ ഒരു റൂം എടുത്തിട്ട് നമുക്ക് സിംഗിൾ ബെഡ് ഇടണമെങ്കിൽ അങ്ങനെയും ചെയ്യാം. അപ്പോൾ എനിക്കെന്ന് പറഞ്ഞാൽ ഒരു അറ്റാച്ച്ഡ് വാഷ്റൂം ഉള്ള റൂമായിരുന്നു. അപ്പോൾ ഒരു 900 ആണ്. ഞാൻ ഒരു 800 കൊടുത്ത് കയറിയതാണ്. പിന്നെ അത് ഞാൻ പോകുമ്പോഴേക്കും 50 വെച്ചിട്ട് എവരി ഇയർ കൂട്ടി 900 ആയി. അപ്പോൾ ഇത് സിംഗിളായിട്ട് നിൽക്കാൻ വേണ്ടി, ഇപ്പോൾ വിസിറ്റ് വിസയിലൊക്കെ വരികയാണ്, നമ്മുടെ പൈസ നമുക്ക് സേവ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ബങ്കറിൽ ആ ഒരു സ്ഥലത്ത് പോവുകയാണെങ്കിൽ കുഴപ്പമില്ല. പക്ഷേ ഞാൻ പറയുന്നത്, നമ്മൾ ജോലി നോക്കുമ്പോൾ നമുക്കൊരു മൈൻഡൊക്കെ ഒന്ന് റിലാക്സ് ചെയ്തിട്ട് വേണം ഒരു ജോബൊക്കെ നോക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ബെറ്റർ ഓപ്ഷൻ ഇങ്ങനെ സിംഗിൾ ബെഡായിട്ട് പോകുന്നതായിരിക്കും എന്നാണ് എൻ്റെ ഒരു സജഷൻ തന്നെ പറയാം അതിന്. അങ്ങനെ അപ്പോൾ നമ്മൾ കൊടുത്തു. പിന്നെ ഫുഡിന് എന്ന് പറഞ്ഞാൽ ഇവിടെ മെസ്സുണ്ട്. മെസ്സിന് വേണ്ടിയിട്ട് ഒരു 2 ടൈംസിന് 350 വരുന്നുണ്ട്, 350 പ്ലസ് വരുന്നുണ്ട്. 3 ടൈംസ് ആണെങ്കിൽ കൂടാറുണ്ട്. ഇപ്പോൾ ജോലി നോക്കാൻ വന്നിട്ട് കുക്കിംഗ് കോൺസെൻട്രേറ്റ് ഒന്നും ചെയ്യണമെങ്കിൽ അങ്ങനെ ഒരു ഓപ്ഷൻ ഉണ്ട്, മെസ് ഫുഡ്. നമ്മൾ പുറത്തുനിന്ന് കഴിക്കണമെങ്കിൽ ഇവിടെ ഇപ്പോൾ ഒരു ബിരിയാണിയുടെ റേറ്റ് എന്ന് പറഞ്ഞാൽ 15 ദിർഹമാണ്. കോഫിക്ക് 350, ചില സ്ഥലത്ത് 3 ആണ്, ചില സ്ഥലത്ത് 5 ഉണ്ടായിരിക്കും കോഫി. ടീക്കൊക്കെ ആണെങ്കിൽ കറക്റ്റ് ടീക്കൊക്കെ ആണെങ്കിൽ 150 അങ്ങനെയാണ് വരുന്നത്. ഇത് കോഫിയൊക്കെ നമ്മൾ എപ്പോഴും കുടിക്കില്ല, ഒന്ന് പുറത്തൊക്കെ പോകുമ്പോൾ കുടിക്കും. അല്ലെങ്കിൽ നമ്മൾ ഗ്രോസറി ഒക്കെ പർച്ചേസ് ചെയ്തിട്ട് ഒരാൾക്ക് വെക്കണമെങ്കിൽ മാക്സിമം ഒരു 250 ഒക്കെ വരും. വീക്കിലി 1 കിലോൻ്റെ ചിക്കനൊക്കെ വാങ്ങിച്ച് കഴിഞ്ഞാൽ നമുക്ക് ഒരു രണ്ട് ദിവസമൊക്കെ യൂസ് ചെയ്യാം. പിന്നെ ചീര അങ്ങനത്തെ സാധനങ്ങളൊക്കെ, നല്ല സാധനങ്ങളൊക്കെ മേടിച്ച് നമുക്കത് വേണമെന്നുണ്ടെങ്കിൽ നമ്മൾക്കൊരു 250 ഇത് ഇൻക്ലൂഡ് ചെയ്യിക്കാൻ പറ്റും. ഫുഡ് നമ്മൾ കുക്ക് ചെയ്യുവാണെങ്കിൽ. മെസ്സാണെങ്കിൽ 400 അബവ് പോവും. പിന്നെ നമ്മൾ പുറത്തുനിന്ന് കഴിക്കുന്ന രീതി അനുസരിച്ചിരിക്കും നമുക്ക് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ട്. പിന്നെ ട്രാൻസ്പോർട്ട് എന്ന് പറഞ്ഞാൽ 350യുടെ മെട്രോൻ്റെ ഒരു പാസ് ഉണ്ട്. റെഡ് ലൈൻ, ഗ്രീൻ ലൈൻ, ഓറഞ്ച് ലൈൻ ഒക്കെ പോകാൻ വേണ്ടിയിട്ട് മന്ത്ലി നമുക്ക് എവിടെ വേണമെങ്കിലും RTA ബസ്സിലാണെങ്കിലൊക്കെ ഫ്രീ ആണിത്. അതെടുക്കാനാണെന്ന് ഞാൻ സജസ്റ്റ് ചെയ്യുള്ളൂ ഈ വിസിറ്റിംഗ് വന്ന് ജോബ് നോക്കുന്നവർക്ക് വേണ്ടിയിട്ട്. അപ്പോൾ 350 ട്രാൻസ്പോർട്ടിന് വേണ്ടി ഇപ്പോൾ നമുക്കിപ്പോൾ ഇൻ്റർവ്യൂ കിട്ടുവാണെങ്കിൽ പോകാനൊക്കെ ആണെങ്കിൽ കുറച്ചും കൂടി ഈസി. അങ്ങനത്തെ ഒരു മെട്രോ നോൾ കാർഡ് ഉള്ളതാണ്. അത് കഴിഞ്ഞിട്ട് എന്താണെന്ന് വെച്ചാൽ ഇപ്പോൾ ഡ്രസ്സിൻ്റെ കാര്യമുണ്ട്. ആക്ച്വലി വിസിറ്റിന് വരുന്നവരാണെങ്കിൽ ഒരു ഡ്രസ്സ് കൊടുന്നാൽ മതി. ആ ഒരു നല്ലൊരു ഫോമൽ കയ്യിലുണ്ടെങ്കിൽ നമുക്ക് ഇൻ്റർവ്യൂ ഒക്കെ അറ്റൻഡ് ചെയ്ത് ഓക്കെ ആയിട്ട് ജോലിയൊക്കെ കിട്ടിയിട്ട് ജോബിനൊക്കെ പോകുമ്പോൾ നമുക്ക് പിന്നെ ഡ്രസ്സൊക്കെ വാങ്ങാം. ഇപ്പോൾ ഡ്രസ്സൊക്കെ വാങ്ങാൻ വേണ്ടിയിട്ട് ഇവിടെ ഷെയ്ൻ എന്ന് പറഞ്ഞ ആപ്ലിക്കേഷൻ ഉണ്ട്. അതിൽ വാങ്ങാം. അതിലത്തെ ക്ലോത്ത്സ് ഒക്കെ നല്ലതാണ്. തേമു എന്ന് പറഞ്ഞ ഒരു ആപ്ലിക്കേഷൻ ഉണ്ട്. പക്ഷേ അതിൽ എന്തൊക്കെ ഡീറ്റെയിൽസ് ഒക്കെ കൊടുത്തിട്ടുണ്ടെങ്കിൽ കുറച്ച് അധികം സ്കാമിങ് നടക്കുന്ന ഒരു പ്ലാറ്റ്ഫോമാണെന്ന് പറയപ്പെടുന്നുണ്ട്. പേഴ്സണലി എനിക്ക് തോന്നിയിട്ടില്ല. ഞാൻ ഓർഡർ ചെയ്തിട്ടും എൻ്റെ പൈസ ഞാൻ കാർഡ് ആഡ് ചെയ്യാറില്ല. ഞാൻ ക്യാഷ് ഓൺ ഡെലിവറി ആണ് കൊടുക്കാറ്. മേ ബി അതായിരിക്കാം. എനിക്ക് അങ്ങനെയൊന്നും ഉണ്ടായിട്ടില്ല. പിന്നെയെന്ന് പറഞ്ഞിട്ടുണ്ട് ട്രെൻഡ്യോൾ ഉണ്ട്. അങ്ങനത്തെ ഒരുവിധം നല്ല സാധനങ്ങൾ. പിന്നെ ഡേ ടു ഡേയിൽ പോവുകയാണെങ്കിൽ അത്യാവശ്യം ഇപ്പോൾ ഞാൻ ഇട്ടിരിക്കുന്നത് ഡേ ടു ഡേ എന്ന് മനസ്സിലാവും. ഇപ്പോൾ ഒരു 3 ഇയേഴ്സ് ആയിട്ടുണ്ട് തോന്നുന്നു. നല്ല മെറ്റീരിയലാണ്. 5 ദിർഹം കൊടുത്ത് വാങ്ങിച്ചതാണ്. ഷീൻ്റെ ഒരു സെക്ഷൻ ഉണ്ടായിരുന്നു പണ്ട്. അപ്പോൾ ഒരു അത്യാവശ്യം നല്ല ഫോമൽ ഇപ്പോൾ യൂസ് ചെയ്യാൻ വേണ്ടി. ഇത് ഇങ്ങനെ നരച്ച് അങ്ങനത്തെ പരിപാടിയൊന്നും ആയിട്ടില്ല. അങ്ങനെയൊക്കെ നമ്മൾ നോക്കിയെടുക്കുകയാണെങ്കിൽ നമുക്ക് അതൊക്കെ സേവ് ചെയ്യാൻ പറ്റും കേട്ടോ. നമുക്ക് ലൈക്ക് ബ്രാൻഡഡ് ആയിട്ട് വേണമെന്നുള്ളവർക്കാണെങ്കിൽ കുറച്ച് പൈസ കൂടെ. ഞാൻ നോർമലായിട്ട് എൻ്റെ കാര്യം പറഞ്ഞതാണ്. അപ്പോൾ ഞാൻ ഇങ്ങനെയൊക്കെയാണ് ചെയ്തിട്ടുണ്ടായിരുന്നത്. പിന്നെ മൊബൈൽ റീചാർജ് എന്ന് പറഞ്ഞാൽ ഞാൻ യൂസ് ചെയ്തത് എത്തിസലാത്തായിരുന്നു വന്ന സമയത്ത്.
നമുക്ക് എയർപോർട്ടിൽ നിന്ന് വെച്ചിട്ട് ഒരു സിം എടുക്കാം, അല്ലെങ്കിൽ പാസ്പോർട്ട് ഇവിടെ കൊടുത്തിട്ട് എവിടെന്നെങ്കിലും സിം എടുക്കാം. ഞാൻ എൻ്റെ പേഴ്സണലായിട്ട് എൻ്റെ ഇതിൽ തന്നെയാണ് സിം എടുത്തത്. വേറെ ആരുടെയും എമിറേറ്റ്സ് സൈഡ് വെച്ചിട്ടൊന്നും സിം എടുത്തില്ല. കാരണം ഇത് നമ്മളിവിടെ നിൽക്കാൻ ഉദ്ദേശമുണ്ടെങ്കിൽ ലൈഫ് ലോങ് നമ്മുടെ കൂടെ ഇരിക്കുന്ന സിമ്മാണ്. അപ്പോൾ നമ്മൾ ബാക്കിയുള്ളവരെ എമിറേറ്റ്സ് സൈഡ് ചോദിച്ച് പോയിട്ട് കെഞ്ചി എടുത്ത് വാങ്ങേണ്ട ആവശ്യമില്ല. നമ്മൾ തന്നെ പാസ്പോർട്ട് വെച്ചെടുക്കുക, വിസ കിട്ടിക്കഴിഞ്ഞാൽ എമിറേറ്റ്സ് സൈഡ് അതിൽ അപ്ഡേറ്റ് ചെയ്താലും മതി, ദാറ്റ്സ് ഫൈൻ. അപ്പോൾ നമുക്ക് അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും കുഴപ്പമുണ്ടായിരിക്കില്ല. പിന്നെയെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വൈഫൈക്ക് ഐ തിങ്ക് ബെഡ് സ്പേസിലൊക്കെ നിൽക്കുമ്പോൾ നമുക്ക് വൈഫൈക്ക് എക്സ്ട്രാ പേയ്മെൻ്റ് ഒന്നും കൊടുക്കണ്ട. അല്ലാണ്ട് നമ്മൾ പാർട്ടീഷനൊക്കെ ഇപ്പം അതായത് ഒരു കുഞ്ഞൊരു റൂം ഉണ്ടായിരിക്കും, അതിൽ 2 പേർക്കോ അല്ലെങ്കിൽ സിംഗിൾ പാർട്ടീഷൻ ഉണ്ട്, 1200 അങ്ങനെ ഒരു റേഞ്ചിൽ വരും. അങ്ങനെയുള്ളവർക്കാണെങ്കിൽ ചിലപ്പോൾ വൈഫൈക്ക് എക്സ്ട്രാ പൈസ കൊടുക്കണം. ബെഡ് സ്പേസിൽ ഗ്യാസിന് പൈസ കൊടുക്കണം. ഞാൻ നിന്നിരുന്ന സമയത്തൊന്നും ഗ്യാസിനൊന്നും പേയ്മെൻറ്റ് കൊടുക്കണ്ടായിരുന്നു, ഗ്യാസ് എല്ലാം ഇൻക്ലൂഡഡ് ആയിരുന്നു. അപ്പോൾ പിന്നെ പേഴ്സണൽ എക്സ്പെൻസ് ഒക്കെ ആണെങ്കിൽ ഈ ഷാമ്പൂ, ക്രീം അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഉണ്ടായിരിക്കില്ല, അതിന് ഒരു 100-150 ദിർഹം മാറ്റി വെച്ചാൽ മതി. അപ്പോൾ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എങ്ങനെയാണ് പറഞ്ഞത്, ഞാനിപ്പോൾ നോർമൽ ബെഡ് സ്പേസ് നിൽക്കുന്ന കാര്യം ഫസ്റ്റ് ഇവിടെ ആവശ്യമായിട്ടുള്ള കാര്യങ്ങൾ പറയാം. ഞാനൊരു 800 കൂട്ടാട്ടോ ബെഡ് സ്പേസിന്. ഇപ്പോൾ 800 കൂട്ടി. ഫുഡ് നോർമലായിട്ട് വെക്കണ ഒരാളാണെങ്കിൽ ഞാൻ ഒരു 300 കൂട്ടി. പിന്നെ ട്രാൻസ്പോർട്ടിന് 350 കൂട്ടി. പിന്നെ അല്ലാത്തുള്ളൊരു എക്സ്പെൻസിന് ഒരു 200 വെച്ചു. അപ്പോൾ 1650 ദിർഹമാണ് വരുന്നത്. അത് നാട്ടിലെ ഒരു 42,000 രൂപ ഒരു നോർമലായിട്ട് 1 മന്ത് ലിവ് ചെയ്യാൻ ഇവിടെ വേണ്ടി വരും. ഫുഡും റെൻറ്റും പിന്നെ ട്രാൻസ്പോർട്ടും എക്സ്പെൻസൊക്കെ ആയിട്ട്. അപ്പോൾ നാട്ടിൽ നിന്ന് സ്പൈസസൊക്കെ കൊണ്ടുവരികയാണെങ്കിൽ കുറച്ചും കൂടെ ഇത്രയും ഒരു എമൗണ്ട് മീറ്റ് ചെയ്യേണ്ടി വരില്ല. ഇനിയിപ്പോൾ ഞങ്ങൾക്കൊക്കെ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവിടെ ദയവുണ്ട്, നമ്മുടെ നാട്ടിലെ KCB പോലെ തന്നെ ദയവുണ്ട്, അത് പേയ്മെൻറ്റ് കൊടുക്കണം. എമിക്കൂള് AC-യുടെ പേയ്മെൻറ്റ് ചെയ്യണം. എൻ്റെ ഇപ്പോഴത്തെ കാര്യമായിട്ട് ഞാൻ പറയണേ, എമിക്കൂള് പേയ്മെൻറ്റ് ചെയ്യണം. പിന്നെ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പിന്നെ എന്തായിരുന്നു, പിന്നെ വൈഫൈ പേയ്മെൻറ്റ് ചെയ്യണം. നമുക്ക് 4 ചെക്കാണ്, 3 മന്ത്സ് കൂടുമ്പോഴാണ് നമ്മൾ പേയ്മെൻറ്റ് ചെയ്യേണ്ടത്. അപ്പോൾ അതിന് ഒരു എമൗണ്ട് അങ്ങനെയാണ്. നമ്മൾ ഫുഡ് കുക്ക് ചെയ്യുന്നതിനേക്കാൾ കൂടുതൽ ചിലപ്പോൾ പുറത്തുനിന്നാണ് വാങ്ങാറ്. അപ്പോൾ അതൊരു എക്സ്പെൻസ് ഉണ്ട്. ഇപ്പോൾ നമ്മൾ കഴിക്കുന്നത് അങ്ങനെ അത്ര ഇല്ല. അത്യാവശ്യം ഒരു കപ്പിളായിട്ട് ജീവിക്കുമ്പോൾ നമ്മൾ ഇതൊക്കെ ചെയ്യണം, പേയ്മെൻറ്റ് അടയ്ക്കാനായിട്ട്. സിംഗിൾ ആകുമ്പോഴാണ് നമുക്ക് കുറച്ചും കൂടെ സേവ് ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ ഉള്ളത്. അതെന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ പറയാൻ കാരണം എന്ന് വെച്ചാൽ, സിംഗിളായിട്ട് ഇരിക്കുമ്പോൾ ഇപ്പോൾ ഒരു 3000 ആണ് നമുക്കൊരു സാലറി കിട്ടുന്നതെങ്കിൽ, അല്ലെ 3000 ഫ്രഷറായിട്ട് വരുന്ന ആൾക്കാർ 3000 ആണെന്ന് വയ്ക്കുക. അപ്പോൾ ഈ 1650 രൂപ നമ്മുടെ പോകും, ബാക്കി 1350 ഉണ്ടായിരിക്കും. അപ്പോൾ അത് നാട്ടിലേക്ക് അയക്കുമ്പോൾ ഏകദേശം ഒരു 35,000 രൂപ നമുക്ക് സേവ് ചെയ്യാൻ ഒരു മാസത്തിൽ പറ്റും. ഇങ്ങനെ പിടിച്ച് സേവ് ചെയ്യാൻ ഞാനിങ്ങനെ പിടിച്ച് തന്നെയാണ് സേവ് ചെയ്തിട്ടുണ്ടായിരുന്നത്. കാരണം നമുക്ക് ഇപ്പോൾ ഞാൻ കുറേ റീൽസായിട്ട് കേട്ടിട്ടുള്ള ഒരു കാര്യമാണ് കേട്ടോ, ദുബായിൽ വന്നാൽ പെട്ട പോലെയാണ്, ദുബായിൽ വന്നു കഴിഞ്ഞാൽ ഒരു ലൂപ്പാണ്, അതിൽ പുറത്ത് വരാൻ പറ്റില്ല. ഞാൻ ടച്ച് വുഡ് ഞാൻ പറയണതാണ്, ഇപ്പോൾ 6 മന്ത് വൺസ് ഞാൻ എൻ്റെ വീട്ടിലേക്ക് ട്രാവൽ ചെയ്യാറുണ്ട്. അന്ന് 3000 കിട്ടിയിരുന്ന സമയം തൊട്ടുള്ള കാര്യമാണ് പറഞ്ഞത്. എനിക്ക് എൻ്റെ അമ്മേനെ കാണാണ്ടിരിക്കാൻ പറ്റില്ല. വീട്ടിലുള്ള ചേച്ചിയുടെ കുട്ടികൾ, ചേച്ചി, എൻ്റെ അനിയത്തി, എൻ്റെ ഫാമിലിയിലുള്ള ആൾക്കാരെ കാണാതിരിക്കാൻ എനിക്ക് പറ്റുകയില്ല. അതാണ് എൻ്റെ ഏറ്റവും വലിയ. അപ്പോൾ ഞാൻ ടിക്കറ്റ് ബുക്ക് ചെയ്യും, അപ്പോൾ അത് പോകും. എന്നാലും നമ്മൾ കുറച്ച് സേവ് ചെയ്ത്, ഞാൻ മന്ത്ലി ഒരു പെർട്ടിക്കുലർ ഇൻകം ഞാൻ എൻ്റെ വീട്ടിൽ അയച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെയാണ് നമ്മൾ കടങ്ങളൊക്കെ വീട്ടിൽ വന്നത്. ഒത്തിരി മെസ്സേജസ് എനിക്ക് വരാറുണ്ട്, അലീന ഞങ്ങൾ ഇങ്ങനെ ട്രൈ ചെയ്തു കിട്ടിയില്ല, ഞങ്ങൾക്ക് ഇങ്ങനെ വരാൻ പറ്റാത്ത സിറ്റുവേഷനാണ്, ഒന്നും പറ്റുന്നില്ല എന്നൊക്കെ പറഞ്ഞു. പക്ഷേ നമ്മൾ വൺസ് ഇവിടെ വന്നു കഴിഞ്ഞാൽ നമുക്ക് കിട്ടണം. നമ്മൾ ട്രൈ ചെയ്താൽ നമുക്ക് കിട്ടാത്തതായിട്ടൊന്നുമില്ല. എനിക്കതാണ് എല്ലാവരുടെ അടുത്തും പറയാനുള്ളത്. നമ്മൾ ട്രൈ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്തായാലും ഈ ഒരു ജോബൊക്കെ കിട്ടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ എന്നും നമുക്ക് ആ ഒരു ഇൻകം ആയിരിക്കില്ല. എല്ലാവരും പറയാം അതിൽ ലൂപ്പ്. നമ്മൾക്ക് ഒരു 2 വർഷം ഒരു കമ്പനിയിൽ നിന്ന് കഴിഞ്ഞാൽ, എൻ്റെ തിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് ഒത്തിരി പഠിക്കാനുണ്ടായിരുന്നു അതിൽ. അപ്പോൾ എനിക്കൊരു 4 ഇയേഴ്സ് എക്സ്പീരിയൻസ് ഒരു പെർട്ടിക്കുലർ ആയിട്ടുള്ള ഒരു കമ്പനി വേണം എന്നുള്ളതുകൊണ്ടാണ് ഞാൻ ആ സ്ട്രാറ്റജി യൂസ് ചെയ്തിട്ട് ഞാൻ തിങ്ക് ചെയ്തിട്ടാണ് ഞാൻ അവിടെ നിന്നിരുന്നത്. അതിന് മുന്നേ ഓഫർ കുറച്ച് വേരിയേഷനിലൊക്കെ എനിക്ക് വന്നിട്ടുണ്ടായിരുന്നുള്ളൂ. അപ്പോൾ ഐ ഡോണ്ട് വാണ്ട് ടു ഗോ ജസ്റ്റ് ഒരു ഇതായിട്ട് പോകണമെന്നുണ്ടെങ്കിൽ എനിക്കൊരു പൊസിഷൻ ചേഞ്ച് വേണം. നമ്മളൊരു 4 ഇയേഴ്സ് ആകുമ്പോൾ നമ്മുടെ പൊസിഷൻ ഇപ്പം ജാവ ഡെവലപ്പറോ അല്ല നോർമൽ അക്കൗണ്ടൻ്റ് ആകുമ്പോൾ അതൊന്ന് മാറി സീനിയർ അക്കൗണ്ടൻറ്റ്, ലീഡ് അക്കൗണ്ടൻറ്റ്, അങ്ങനത്തെ ഓരോരോ ഹൈ പൊസിഷനിൽ എത്തുമ്പോൾ നമുക്ക് അതിനനുസരിച്ച് സാലറി റേഞ്ച് കൂടും. ഒരു വൺ തിങ് എനിക്ക് പറയാനുള്ളത്, ഇവിടെ വന്നു കഴിഞ്ഞിട്ട് ദുബായിൽ പെട്ടുപോയി അങ്ങനെയൊന്നുമല്ല. ദുബായിൽ നമ്മൾ പണിയെടുക്കാനാണ് വന്നത്, ഇവിടെ പെട്ടുപോയെന്ന് പറയാം. എനിക്കത് ചില നേരത്ത് കേൾക്കുമ്പോൾ ഒരു ചെറുതായിട്ട് ഇറിറ്റേഷൻ ആവാറുണ്ട്. എന്തിനാണ് അങ്ങനെ പറയുന്നത്? ദുബായ് നമ്മൾക്ക് കഴിവുണ്ടെങ്കിൽ, കഴിവുള്ളതിൻ്റെ പടച്ചോനാന്നൊക്കെ ഓരോ സിനിമയിൽ പറയുന്നത് സത്യമാണ്. നമ്മളിവിടെ കുറേ നമുക്കൊരു ഫിനാൻഷ്യൽ ഫ്രീഡം വേണമെന്നുണ്ടെങ്കിൽ
ഷുവറായിട്ടും നിങ്ങൾ ട്രൈ ചെയ്യുക, മാക്സിമം ട്രൈ ചെയ്യുക. എല്ലാവർക്കും ട്രൈ ചെയ്ത് കിട്ടണമെന്നൊന്നും ഞാൻ പറയില്ല. നമ്മൾ ട്രൈ ചെയ്തിട്ടാണ് കിട്ടാത്തതെങ്കിൽ ഇറ്റ്സ് ഫൈൻ, ഓക്കെ, നമുക്കത് നെക്സ്റ്റ് വേറെ എന്തെങ്കിലും ആയിരിക്കും വിധിച്ചിട്ടുണ്ടായിരിക്കുക. ഇപ്പം ഞാൻ ഈ 3000 കാര്യം പറഞ്ഞു. 1000 ദർഹമൊക്കെ ഐ ടിയിൽ സിമ്പിളായിട്ട് ഇൻക്രിമെൻറ്റ് കിട്ടാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ 4000 ആയി. അപ്പോൾ ഈ പ്ലസ് ഒരു 1000 കൂടെ നമ്മൾ ഈ എക്സ്പെൻസ് കൂടരുത് കേട്ടോ. നമ്മൾ സാലറി കൂടുന്നതിനനുസരിച്ച് എക്സ്പെൻസ് കൂടുന്നു പറയാറുണ്ട്. എക്സ്പെൻസ് കൂടരുത്. അപ്പോൾ അതൊരു 1000 ദർഹം കൂടി ആകുമ്പോൾ 35,000 നിന്ന് 1000, ഒരു മിനിറ്റ്, 1000 ദർഹംസ് എന്ന് പറഞ്ഞാൽ ഇപ്പോൾ 25.60 ആണ്. 25 പ്ലസ് 35,000 കൂട്ടാനാണ് ഒരു 60,000 രൂപ നമ്മൾ അക്കൗണ്ടിൽ വീണ്ടും കയറുന്നതാണ്. കുറയില്ലല്ലോ, നമ്മളിങ്ങനെ കയറ്റി ഓരോ സാധനങ്ങൾ. 60,000 രൂപ, 4,000 രൂപ സാലറി ഉള്ള ഒരാൾക്ക്, ഒരു പ്രൊഫഷണൽസിൻ്റെ കാര്യമാണ് ഞാൻ പറയുന്നത്, നമുക്ക് അതിന് പെർട്ടിക്കുലർ ആയിട്ടുള്ളൊരു 60,000 രൂപ ഒരു മന്ത് നമുക്ക് സേവ് ചെയ്യാൻ പറ്റും. ആസ് പെർ ഞാൻ ഈ പറഞ്ഞ രീതിയിലാണ് എക്സ്പെൻസ് പോയിട്ടുണ്ടെങ്കിൽ. അതിൻ്റെ ഇടയിൽ വന്നാൽ 60,000 രൂപ ഒരു രൂപ സേവ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഓക്കെ പോട്ടെ, 60,000 വേണ്ട, നിങ്ങളതിൽ 15,000 വേറെ എന്തിനെങ്കിലും ചിലവെടുത്തു എന്ന് വിചാരിക്കുക. അപ്പോൾ ഓക്കെ, 50,000 വെച്ചിട്ട് ഒരു 12 മാസം സേവ് ചെയ്ത് കഴിഞ്ഞാൽ ഒരു 6 ലക്ഷം രൂപയായി. 6 ലക്ഷം രൂപ നമുക്ക് സേവ് ചെയ്യാനൊക്കെ പറ്റും. അങ്ങനെ സേവ് ചെയ്യാൻ പറ്റും, എന്തായാലും പറ്റും. അപ്പോൾ എനിക്ക് എന്താണെന്ന് പറയാനുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഫ്രഷറായിട്ട് വന്ന് സ്റ്റാർട്ട് ചെയ്യുക. നല്ല ഓപ്പർച്യൂണിറ്റീസ് ഉണ്ട് ഇവിടെ. ഒത്തിരി റീറ്റെയിൽ സെക്ടർ ആയതുകൊണ്ട് തന്നെ ഒത്തിരി പ്രൊജക്റ്റും കാര്യങ്ങളൊക്കെ. ഇപ്പോഴത്തെ വാറിൻ്റെ സിറ്റുവേഷൻ എന്നെ വലുതായിട്ട് എഫക്റ്റ് ചെയ്തിട്ടില്ല. എഫക്റ്റ് ചെയ്യാതിരുന്നതിന് ദൈവത്തിന് നന്ദി. കുറേ പേർക്ക് എഫക്റ്റ് ചെയ്ത് നാട്ടിൽ പോകേണ്ട അവസ്ഥ വന്നിട്ടുണ്ട്. അപ്പോൾ എന്താ പറയുക, നമുക്ക് ഓപ്പർച്യൂണിറ്റീസ് എപ്പോഴും നമുക്ക് ഉണ്ടാവില്ല. ഇടയ്ക്ക് നമ്മുടെ മുന്നിൽ കൊണ്ടു തരുന്ന സമയത്താണ് നമുക്കത് ഉപയോഗിക്കാൻ പറ്റുള്ളൂ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. എന്താ പറയുക, എക്സ്പെൻസിൻ്റെ കാര്യമാണ് പറഞ്ഞത്. ഞാനിങ്ങനെ നോർമലി ക്വസ്റ്റ്യൻ വായിക്കുമ്പോൾ നിങ്ങൾക്കത് ചിലവർക്ക് കേൾക്കുമ്പോൾ ബോറടി ആവുമല്ലോ എന്ന് വെച്ചിട്ടാണ് ഈ ടോപ്പിക്കിനെ പറ്റിയിട്ട് സംസാരിച്ചത്. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമാണെങ്കിൽ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം. എന്തെങ്കിലും സജഷൻസ് ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യണം. എന്തെങ്കിലും ക്വസ്റ്റ്യൻസ് എൻ്റെ അടുത്ത് ചോദിക്കാനുണ്ടെങ്കിലും കമൻറ്റ് ചെയ്യണം. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണുന്നവരെ ബൈ.